സ്കില്ലെന്ന് എപ്പോഴും പറയാണ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കമ്മ്യൂണിക്കേഷനാണ്. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. എൻ്റെ പിഎച്ച്ഡിയുടെ ടോപ്പിക്ക് എംപ്ലോയബിലിറ്റി സ്കിൽസ് ഓഫ് എംബിഎ സ്റ്റുഡൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ്. അതിൽ ഞാൻ ഏകദേശം 300ഓളം എംപ്ലോയേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തു. അവരെല്ലാവരും പറഞ്ഞത് 5 പോയിന്റ് സ്കെയിലിൽ 4.85 കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കൂട്ടുകാരോട് "എടാ മച്ചാ എന്നാണ്ട് സുഖമാണ് പൊളിയൽ" ഇങ്ങനെയുള്ള വർത്താനത്തിനല്ല. ഐ ആം ടോക്കിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻ എംപ്ലോയബിലിറ്റി. അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രസൻറ്റേഷൻ പോകുമ്പോൾ ജോലിക്ക് കയറിക്കുമ്പോൾ നമുക്കൊരു മാനേജ്മെൻറ്റോട് ഒരു കാര്യം പറയണേ, ഇങ്ങനെയുള്ള സമയത്തുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, ബ്രിവിറ്റി ഉണ്ടായിരിക്കണം, കാച്ചി കുറിക്കണം വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ക്രിസ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു പെർഫോമർ ആവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ വെറുതെ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കുക. മേ ബി എനി സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ആശയം വളരെ വ്യക്തമായിട്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് കൺസൈസ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് എഐയും ഒക്കെയുള്ള കാലമല്ലേ. ഒരു ടോപ്പിക് ഇട്ട് കൊടുക്കുക, അതിനുള്ള ആൻസേഴ്സ് എടുക്കുക. ഇപ്പോൾ മാർക്കറ്റിങ്ങിനെ പറ്റി എന്തിനെ പറ്റി ആയിക്കോട്ടെ, അതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അപഗ്രഥിച്ച് അത് കൃത്യമായിട്ട് 2 to 3 മിനിറ്റ്സിനുള്ളിൽ വളരെ കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴോ നിങ്ങളൊരു ഇൻട്രൊഡക്ഷന് പോകുമ്പോഴോ ഒക്കെ യു വിൽ ബി വൺ ഓഫ് ദ ടോപ്പ് പെർഫോമർ. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പറ്റുമെങ്കിൽ ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ട്രൈ പ്രാക്ടീസിങ് ഇറ്റ് ആൻഡ് ബി എ അച്ചീവർ.